ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം പ്രമുഖരുടെ ഒരു പാനൽ തന്നെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പായി നമുക്ക് ഡൽഹിയിലെ ലേഖകൻ സന്തോഷ് നമ്മോടൊപ്പം ചേരുന്നു. വിമതരെ ഒതുക്കിയിരിക്കുകയാണ് കേജ്രിവാൾ. ഇപ്പോൾ പ്രശാന്ത് ഭൂഷണിനെയും യോഗേന്ദ്ര യാദവിനെയും ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗം പൂർണ്ണമായി എന്ന് കരുതുന്നു. സന്തോഷ്, എന്താണ് അവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രദീപ്, ആം ആദ്മി നേരിട്ട ഏറ്റവും വലിയ, ആ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം നേരിട്ട ഏറ്റവും വലിയ വിമത നീക്കം തികഞ്ഞ രാഷ്ട്രീയ തന്ത്രജ്ഞതയോടെ തന്നെ കേജ്രിവാൾ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നു. ദേശീയ കൺവീനർ സ്ഥാനത്ത് നിന്ന് കേജ്രിവാൾ ഒഴിയണം എന്നാവശ്യപ്പെട്ട സ്ഥാപക അംഗം യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് നീക്കാനാണ് ദേശീയ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, കേജ്രിവാൾ കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും വലിയ ശക്തനും രണ്ടാമനുമായ യോഗേന്ദ്ര യാദവിന് പാർട്ടിയുടെ മുഖ്യ വക്താവ് എന്ന സ്ഥാനവും നഷ്ടമാകുന്നുണ്ട്. ദേശീയ നിർവാഹക സമിതി യോഗത്തിലും ഇനി യോഗേന്ദ്ര യാദവിന് സ്ഥാനമുണ്ടാകില്ല. അദ്ദേഹത്തിന് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ മഹാരാഷ്ട്രയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ആം ആദ്മി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു മുതിർന്ന അംഗം പ്രശാന്ത് ഭൂഷണാണ് തിരിച്ചടി നേരിട്ട വ്യക്തി. പ്രശാന്ത് ഭൂഷണെയും പാർട്ടിയുടെ പാർലമെന്ററി കാര്യ സമിതിയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. പകരം അദ്ദേഹത്തിന് പാർട്ടിയുടെ തന്നെ ലോക്പാൽ സമിതിയുടെ അംഗത്വം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും ആം ആദ്മി നൽകുന്നില്ല. ദേശീയ കൺവീനർ സ്ഥാനത്ത് കേജ്രിവാൾ തന്നെ തുടരും. ഇത് സംബന്ധിച്ച് കേജ്രിവാൾ നൽകിയ രാജിക്കത്ത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ഏകകണ്ഠമായി തള്ളുകയും ചെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച യോഗം വൈകുന്നേരം 8 മണി വരെ ഏകദേശം 6 മണിക്കൂറോളം നീണ്ടു. ഇവിടെ ഈ വിമത നീക്കം ഉണ്ടാക്കിയപ്പോൾ പോലും ഇതൊരു ആശയ സമരം എന്ന നിലയിൽ മാത്രമാണ് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും അവതരിപ്പിച്ചത്. കാരണം കേജ്രിവാളിന്റെ ജനപ്രിയത തന്നെയാണ്. അവർ മുന്നോട്ട് വെച്ച ഒരു ആശയ തർക്കം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടാണ് ആം ആദ്മി രൂപീകരിച്ചത്. ആ പാർട്ടി കേജ്രിവാൾ എന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ദേശീയ കൺവീനർ സ്ഥാനം കേജ്രിവാൾ ഒഴിയട്ടെ, മുഖ്യമന്ത്രി സ്ഥാനം തുടരട്ടെ എന്നൊരു ആശയം അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ആശയം പിന്നീട് ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് മാറിയതോടുകൂടി പ്രശാന്ത് ഭൂഷണും കേജ്രിവാളിനും പാർട്ടിക്ക് ഉള്ളിലും പുറത്തുമുണ്ടായിരുന്ന എല്ലാ പിന്തുണയും നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഇന്നത്തെ ഈ വെട്ടിനിരത്തൽ എന്ന് പറയാൻ കഴിയും. പക്ഷെ പാർട്ടിക്ക് ഉള്ളിൽ പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ യോഗേന്ദ്ര യാദവിന്റെയും പ്രശാന്ത് ഭൂഷണിന്റെയും സ്ഥാനം വളരെ നിർണായകമാണ്. ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അരവിന്ദ് കെജ്രിവാളും യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും എല്ലാം ആം ആദ്മി പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളാണ്. അരവിന്ദ് കെജ്രിവാൾ ഒരു മാസ് ലീഡറാണ്. അദ്ദേഹം പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നയിക്കുന്നു. പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ച ആം ആദ്മി പാർട്ടിയുടെ മുഖം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പ്രശാന്ത് ഭൂഷൺ പ്രഗത്ഭനായ അഭിഭാഷകനാണ്. പാർട്ടിക്ക് വേണ്ടി സമൂഹത്തിലെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു അഭിഭാഷകനാണ്. പാർട്ടിയുടെ വളരെ സമുന്നതനായ നേതാവാണ്. യോഗേന്ദ്ര യാദവ് ആണെങ്കിലും രാജ്യം മൊത്തം ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്തകനാണ്. ഇവിടെ പാർട്ടി ഒരു ഇവോൾവിംഗ് പ്രോസസ്സിലാണ്. പാർട്ടിയിൽ പലവിധമായിട്ടുള്ള ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തുറന്നു പറയുന്നുണ്ട്. ആന്തരികതയിൽ നിന്ന് അശുഭകരമായിട്ടുള്ള വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പറയേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആം ആദ്മി പാർട്ടിക്കകത്തുള്ള ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിജീവികളായിട്ടുള്ള 2 മനുഷ്യരെയാണ് ഇന്ന് താങ്കളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്ത ആ വാചകം കടമെടുക്കുകയാണെങ്കിൽ ഒതുക്കി. നമ്മുടെ കേരളത്തിൻ്റെ ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ആ രാഷ്ട്രീയ സംവാദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒതുക്കുക. ഒരു നേതാവിനെ ഒതുക്കുക, ഒരു യുവ നേതാവിനെ ഒതുക്കുക, ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളെ ഒതുക്കുക എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും ഒതുക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് ആം ആദ്മി പാർട്ടി വലിയ വില നൽകേണ്ടി വരുന്ന ഒരു നടപടിയായിരിക്കും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെയുള്ള നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ആ പാർട്ടി ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയാണോ, അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണോ, ക്യാപിറ്റലിസ്റ്റ് മൂലധനവുമായി ബന്ധപ്പെട്ട ആ പാർട്ടിയുടെ നിലപാടെന്താണ്? ഞാനും താല്പര്യപ്പെടുക. കാരണം ഇത് ഇവിടുത്തെ അരാഷ്ട്രീയതയ്ക്കെതിരായിട്ടും ചെറുപ്പക്കാരുടെ ലക്ഷ്യബോധമില്ലായ്മയ്ക്കെതിരായിട്ടും ഉയർന്നു വന്ന ഒരു സ്വപ്നമാണ് ഇത്. ആളുകളുടെ ഒരു പ്രതീക്ഷയാണ്. ഇപ്പോ പാർട്ടിക്കകത്തുണ്ടായ തർക്കങ്ങൾ മൂപ്പിളമ തർക്കമാണ് എന്നാണ് എൻ്റെ വിചാരം. അതിനപ്പുറത്ത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള വലിയ വിസ്ഫോടനങ്ങളിലേക്ക് പോവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശാന്തിഭൂഷണാണെങ്കിലും പ്രശാന്ത് ഭൂഷണാണെങ്കിലും യോഗേന്ദ്ര യാദവ് ആണെങ്കിലും അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും സോഷ്യലിസത്തിന് വേണ്ടിയൊക്കെ ധാരാളം പ്രവർത്തിച്ച് പരിചയമുള്ള അത്തരം കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞും പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്.
അന്തിമ തീരുമാനം എന്താണ്, പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ എന്താണെന്ന് എനിക്ക് അറിവായിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടില്ല. എങ്കിൽ തന്നെയും ഇവിടെ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു വ്യക്തിപരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ പ്രവർത്തന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ സംഘടനാപരമായിട്ട് നമുക്കറിയാം പ്രശാന്ത് ഭൂഷൺ കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ള കോടതിയിലും കേസും കാര്യങ്ങളാണ് പാർട്ടിയുടെ തന്നെയും, പിന്നെ മറ്റ് പല പൊതുജന താല്പര്യ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ടിയുടെ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് പ്രശാന്ത് ഭൂഷൺ എന്നും നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. യോഗേന്ദ്ര യാദവ് നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്തെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഐഡിയോലോഗാണ്, പാർട്ടിയുടെ തന്നെ ഒരു രാഷ്ട്രീയ ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പാർട്ടിക്ക് കൂടുതൽ മെച്ചമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി പാർട്ടി ചർച്ചകളോട് തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രദീപ് ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രശാന്ത് ഭൂഷണെയും യോഗേന്ദ്ര യാദവിനെയും ആം ആദ്മി പാർട്ടി ആട്ടിപ്പുറത്താക്കി. കൈരളി ചാനൽ എല്ലാവർക്കും അറിയാം CPMൻ്റെ ചാനലാണ്. പക്ഷേ എങ്കിലും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ നിങ്ങൾ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഹരിലാലിൻ്റെ വാക്കുകൾ കേട്ട സമയത്ത് ഹരിലാലിൻ്റെ നിസ്സഹായാവസ്ഥ തന്നെയാണ് ഏകദേശം എനിക്കുള്ളത്. പക്ഷേ എങ്കിൽ പോലും പരിണിതപ്രജ്ഞനായ കൗമാരകാലം തൊട്ട് കേൾക്കുന്ന ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് ശ്രീ പ്രദീപിൻ്റെ ചോദ്യത്തിന് ആദ്യമായിട്ട് പ്രതികരണമായിട്ട് പറഞ്ഞത് നിർഭാഗ്യകരമെന്നാണ്. നിർഭാഗ്യകരമെന്ന് കേരളത്തിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള കാരശ്ശേരി മാഷ് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിക്കകത്ത് ശുഭകരമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും മിനിമം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ മനസ്സിലാക്കലിൻ്റെ നിരാശയായിരിക്കാം ഒരുപക്ഷെ ശ്രീ ഹരിലാലിനെ കൊണ്ട് കൈരളി ചാനൽ എന്ന ചാനലിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം CPMൻ്റെ ചാനലാണോ അല്ലയോ എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയിലേക്കൊക്കെ ആ വിഷയത്തെ വഴിതിരിച്ചുവിടുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. പീപ്പിൾ ചാനൽ ആരുടെ ചാനലാണെന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ വിഷയം. മറിച്ച് ഏറ്റവും ആസുരമായിട്ടുള്ള അഴിമതിയും ഭീതിഗതമായിട്ടുള്ള ഫാസിസവും ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ വലിയ ശുഭകരമായിട്ടുള്ള പ്രതീക്ഷകളുമായിട്ട് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അതിൻ്റെ ശൈശവാവസ്ഥയിൽ തന്നെ അതിൻ്റെ ഏറ്റവും ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള അതിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള 2 നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ശ്രീ പ്രദീപ് ഉപയോഗിച്ച വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒതുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൈരളി പീപ്പിൾ ചാനൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒക്കെ തന്നെ വളരെ വ്യാകുലത്തോടെയാണത് ചർച്ച ചെയ്യുന്നുള്ളതാണ്.